ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എന്താണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളുകളാണ്. അത് അതിൻ്റെ അകത്ത് എനിക്ക് അതിനകത്ത് ഒരു ഉത്തരവില്ല. സാധാരണ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ തീരുമാനത്തിന് ചുക്കാൻ പിടിച്ചവരാണത് പറയേണ്ടത്. എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു കൊച്ചി നഗരസഭ തിരിച്ചു പിടിച്ച് ഏറ്റവും ഭംഗിയായി ഭരിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. മാനദണ്ഡം ലംഘിച്ചു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അജയ് തറയലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളും അതേ വാദം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിൽ സംഭവിച്ചത്? അല്ല, KPCC സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCയുമായി അതിന് പറയേണ്ട പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയും. അതിൻ്റെ അകത്ത് പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മുമ്പോട്ടുള്ള പാർട്ടിയുടെ പ്രയാണത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. KPCC എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ബോഡിയാണ്. KPCC കൊടുക്കുന്ന സർക്കുലർ പ്രകാരം വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എങ്ങനെ വേണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ KPCC നേതൃത്വം ഇടപെട്ടാണ് അവസാനം ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷെ കൊച്ചിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ആരുടെയെങ്കിലും പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, KPCC പ്രസിഡന്റ് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ പ്രോസസ്സ് ഇവിടെ നടക്കാതിരുന്നത് എന്നുള്ളത് അതിന് നേതൃത്വം കൊടുത്തവർ പറയട്ടെ. എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ, ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. എനിക്കറിയില്ല, നിലവിൽ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ എണ്ണത്തിൻ്റെ കാര്യം ഇപ്പോൾ ചില ചാനലുകളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. എണ്ണത്തിൻ്റെ ഒരു കണക്ക് അതിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം സ്വതന്ത്രമായ രീതിയിൽ കൗൺസിലർമാർക്ക് അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നൽകേണ്ടതായിരുന്നു. അങ്ങനെ നൽകിയാൽ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം എന്നോടൊപ്പം വളരെയധികം കൗൺസിലർമാരുണ്ട് എന്ന് തന്നെയാണ്. അത് ആ ഒരു പ്രോസസ്സ് നടന്ന കാര്യത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. അതിനപ്പുറമായി ഈ എന്തെങ്കിലും ഒരു പദവി ലഭിക്കാതിരുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവമില്ല. കൗൺസിലർമാരോട് ഞങ്ങൾ ചോദിച്ചു, അവരുടെ അഭിപ്രായം തേടി, അതിനുശേഷം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു പ്രോസസ്സ്, വലിയൊരു അപാകത സംഭവിച്ചെന്നാണ്. അത് അദ്ദേഹം തന്നെ അത് വായിച്ചു നോക്കട്ടെ, ആ സർക്കുലർ വായിച്ചു നോക്കട്ടെ, ഏത് തരത്തിലായിരുന്നു അത് നടത്തേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം വായിച്ചു നോക്കട്ടെ. അത് ഒരുപക്ഷെ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതായത് അത് ഒന്നാമത് ആ പ്രോസസ്സ് നടത്തേണ്ടിയിരുന്നത് KPCയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്ന് നടത്തണം. സ്വതന്ത്രമായി രഹസ്യമായ വോട്ടെടുപ്പ് വേണമായിരുന്നു. രഹസ്യമായി കാര്യം പല ആളുകൾക്കും, പലരും ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന കൗൺസിലേഴ്സ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി അവർക്കത് വിനിയോഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ പിന്നീട് പാർട്ടി നോക്കേണ്ട കാര്യമാണ്. എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഇത് പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞു പോയി, എനിക്ക് പാർലമെൻ്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. മറ്റൊരു കാര്യത്തിലും എനിക്കൊരു വിയോജിപ്പുമില്ല. ഈ പലതരത്തിലുള്ള സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഇല്ലേ, എല്ലാം അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്ന് ഇതിന് പകരമായി വേറെന്തെങ്കിലും തരണം, അങ്ങനെ ഒരു വാദം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത്.
ഇതിന് പകരം മറ്റൊന്ന് തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. MPC-യുടെ കാര്യം DCC അനൗദ്യോഗികമായിട്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് MP അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ പല സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഈ തീരുമാനം വഴിമാറി എന്നുള്ളൊരു വിമർശനമുണ്ട്. അത്തരം ഒരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ്. കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം, ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ്. അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് KPCC വിലയിരുത്തട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് KPCC-യുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രണ്ട് ഗ്രൂപ്പ് നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറയാം അവിടെ നടത്തേണ്ടിയിരുന്നത് KPCC-യിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ഈ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടിയിരുന്നത്. അത് നടത്താതെ ഓപ്പണായിട്ട് ആളുകളോട് ചോദിച്ചത് തന്നെ അവർക്കുള്ള സ്വാതന്ത്ര്യം, വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത്. അപ്പോൾ അത് KPCC വിലയിരുത്തട്ടെ. അത് KPCC-യുടെ നിർദ്ദേശമാണല്ലോ, KPCC പ്രസിഡന്റിന് അറിവുള്ളതാണല്ലോ, അദ്ദേഹം നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. മാനദണ്ഡങ്ങൾ എന്നുള്ളതല്ല, KPCC നിർദ്ദേശപ്രകാരം ഒരു പ്രോസസ്സ് നടത്തേണ്ടതായിരുന്നു. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പാർലമെൻ്ററി പാർട്ടിയിൽ എനിക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.